നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പാർലമെന്റ് പാസാക്കിയ സ്ത്രീ സംവരണ ബില്ല് എതിർത്തതിലൂടെ കോൺഗ്രസ് രാജ്യത്തെ പകുതിയോളം വരുന്ന ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തതെന്ന് BJP ഇടുക്കി ജില്ലാ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുനിസിപ്പൽ ചെയർമാനും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിരുന്ന TJ ജോസഫിന്റെ അനുസ്മരണം നടത്തി. അനുസ്മരണ യോഗം KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പോലോസ് ഉദ്ഘാടനം ചെയ്തു. മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് കുട്ടികളുടെ ദിവ്യകാരുണ്യ സ്വീകരണവും സുറിയാനി കുർബാനയും ആഘോഷമായ തിരുനാൾ കുർബാനയും പ്രദക്ഷിണവും പാച്ചോർ നേർച്ചയും നടന്നു. മങ്കുവ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൊന്നത്തടി പഞ്ചായത്ത് ഓഫീസ് ഉപരോധ സമരം സംഘടിപ്പിച്ചു. ഉപരോധ സമരം ഹൈറേഞ്ച് സംരക്ഷണ സമിതി രക്ഷാധികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരിക്കൽ ഉദ്ഘാടനം ചെയ്തു. വെടിക്കെട്ട് നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വാർത്തകൾ വിശദമായി. പാർലമെന്റ് പാസാക്കിയ സ്ത്രീ സംവരണ ബില്ല് എതിർത്തതിലൂടെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, DMK എന്നീ പാർട്ടികൾ രാജ്യത്തെ പകുതിയോളം വരുന്ന ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തതെന്നും ഇതോടെ ഈ പാർട്ടികളുടെ സ്ത്രീവിരുദ്ധ മനോഭാവം പൂർണ്ണമായും തുറന്നുകാട്ടിയെന്നും BJP ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഏപ്രിൽ 16, 17 തീയതികളിൽ പാർലമെന്റ് പാസാക്കിയ സ്ത്രീ സംവരണ ബില്ലുകളെ എതിർത്തതിലൂടെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, DMK എന്നീ പാർട്ടികൾ രാജ്യത്തെ പകുതിയോളം വരുന്ന ജനങ്ങളെ വഞ്ചിക്കുകയും അവരുടെ സ്ത്രീവിരുദ്ധ മനോഭാവം പൂർണ്ണമായും തുറന്നുകാട്ടുകയും ചെയ്തിരിക്കുകയാണെന്ന് BJP ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിപക്ഷത്തിന്റെ വ്യാജ പ്രചരണങ്ങൾ തുറന്നുകാട്ടുകയും മണ്ഡല പുനർനിർണയം ഒരു സംസ്ഥാനത്തെയും ദോഷകരമായി ബാധിക്കില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പകരം ദക്ഷിണേന്ത്യയുടെ ആനുപാതിക പ്രാതിനിധ്യം സംരക്ഷിക്കപ്പെടുകയും വർദ്ധിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി മോദി സർക്കാർ ഈ സ്ത്രീവിരുദ്ധ ശക്തികളോട് ശക്തമായി പോരാടുമെന്നും അതുവഴി രാജ്യത്തെ പകുതിയോളം വരുന്ന ജനവിഭാഗത്തിന് അവർ അർഹിക്കുന്ന സ്ഥാനം ലഭിക്കുമെന്ന് ഉറപ്പാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വരും കാലങ്ങളിൽ ഭാരതത്തിലെ സ്ത്രീകൾ തങ്ങളുടെ വോട്ടവകാശത്തിലൂടെ ഇതിന് മറുപടി നൽകുകയും അഹങ്കാരികളായ ഈ സ്ത്രീവിരുദ്ധ പാർട്ടികളെ രാഷ്ട്രീയത്തിന്റെ അരികുകളിലേക്ക് എന്നേക്കുമായി തള്ളിവിടുകയും ചെയ്യുമെന്നും അവർ പറഞ്ഞു. വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളെ അംഗീകരിക്കാനും മതിയായ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനും ഇങ്ങനെ ഒരു നിയമം ആവശ്യമാണ്. ഈ പറഞ്ഞ രീതിയിൽ ഒരു നമ്മുടെ പുനഃസംഘടന ആവശ്യമാണ്. കൂടുതൽ പാർലമെന്റ് മണ്ഡലങ്ങൾ ആവശ്യമാണ്. അതിന് സാങ്കേതികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ തൊടു ന്യായങ്ങൾ പറഞ്ഞ് അതിനെ തടയാതെ ഇതെത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നുള്ള ആവശ്യമാണ് ദേശീയ ജനാധിപത്യ സഖ്യം പാർലമെന്റിൽ വെച്ചത്. പാർലമെന്റിൽ അതിനെ പരാജയപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് സാധിച്ചു. കാരണം BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല, NDAക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല. 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ ഭരണഘടനാപരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വിഷയം ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. അതായത് അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും മണ്ഡലം തലത്തിലും അതിന് താഴെ പഞ്ചായത്ത് തലത്തിലും വീട് വീടാന്തരം എത്തുന്ന പ്രചരണ പരിപാടികളിലൂടെ എന്താണ് ദേശീയ ജനാധിപത്യ സഖ്യം ഉദ്ദേശിക്കുന്നത് എന്നും എന്താണ് ഇപ്പോൾ നടന്ന കാര്യങ്ങൾ എന്നും ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുന്ന പ്രചരണ പരിപാടികൾ ആരംഭിക്കുകയാണ്. അടുത്ത 2 മാസക്കാലം കൊണ്ട് ഇത് ഇന്ത്യ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചർച്ചയായി മാറാൻ ഗ്രാമനഗരങ്ങൾ വ്യത്യാസമില്ലാതെ വനിതാ സംഘടനകളും അതുപോലെ തന്നെ വനിതാ പ്രവർത്തകരും നേതാക്കളും എല്ലാം ഉൾപ്പെടുന്ന തരത്തിൽ അവരിലേക്ക് എല്ലാം എത്തുന്ന തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ വിഷയം ജനങ്ങളുമായിട്ട് സംവദിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കർഷക മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, BJP സംസ്ഥാന സമിതി അംഗം ഗീതാകുമാരി, ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീവിദ്യ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുനിസിപ്പൽ ചെയർമാനും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിരുന്ന TJ ജോസഫിന്റെ അനുസ്മരണം നടത്തി. അനുസ്മരണ യോഗം KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ, TKTF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോയി മൈലാടി, ജാഫർ ഖാൻ മുഹമ്മദ്, ജിജി അപ്രേം, മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുനിസിപ്പൽ ചെയർമാനും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിരുന്ന TJ ജോസഫിന്റെ 9ാമത് അനുസ്മരണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷത വഹിച്ചു. അനുസ്മരണ യോഗം KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിച്ച തൊടുപുഴയിലെ ഏക നേതാവായിരുന്നു TJ ജോസഫ് എന്ന അനുസ്മരണ പ്രഭാഷണത്തിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ അനുസ്മരിച്ചു. തൊടുപുഴയിലെ കോൺഗ്രസ്സുകാർക്കെല്ലാം പ്രിയപ്പെട്ട, എനിക്കും ഏറെ പ്രിയപ്പെട്ട TJയുടെ ഓർമ്മകൾ എന്നും ഒരു പ്രചോദനം. നമ്മളെല്ലാവരും എപ്പോഴും ഒരു മാതൃകയായി കണ്ട TJ തൊടുപുഴയിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും അത്താണിയും ആശ്രയമായിരുന്നു TJ. സമൂഹത്തിലെ എല്ലാ മേഖലയിലെ ജനങ്ങളുമായി ഒരു വലിയ ബന്ധമായിരുന്നു TJക്ക് ഉണ്ടായിരുന്നത്. തൊടുപുഴ നഗരസഭയുടെ വൈസ് ചെയർമാൻ എന്ന നിലയിലും കൗൺസിലർ എന്ന നിലയിലും പിൽക്കാലത്ത് ചെയർമാൻ എന്ന നിലയിലുമെല്ലാം സ്തുത്യർഹമായ സേവനമാണ് പ്രിയങ്കരനായ TJ ചെയ്തിട്ടുള്ളത് എന്നത് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് അഭിമാനമുള്ള കാര്യമാണ്. ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം, ഒരു മുനിസിപ്പൽ കൗൺസിലർ എങ്ങനെ ആയിരിക്കണം, ഒരു മുനിസിപ്പൽ ചെയർമാൻ എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഉദാത്തമായ മാതൃകയാണ് TJ. തൊടുപുഴയുടെ ചരിത്രം മാറ്റി എഴുതുന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായ നേതൃത്വം കൊടുക്കാൻ TJക്ക് കഴിഞ്ഞിട്ടുണ്ട്. TKTF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോയി മൈലാടി, ജാഫർ ഖാൻ മുഹമ്മദ്, ജിജി അപ്രേം, മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ, കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി ജോമോൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ MH സജീവ്, സെബാസ്റ്റ്യൻ മാത്യു, സണ്ണി വട്ടക്കാട്ട്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ സണ്ണി കുരുട്ടുപറമ്പിൽ, കൗൺസിലർമാരായ ഷാഹുൽ ഹമീദ്, ലിറ്റി ജോസഫ്, ആതിര ജോഷി, KG സജിമോൻ, ജോമോൻ മുടക്കോടിയിൽ, ജിജി വർഗീസ്, AK ഭാസ്കരൻ, റോബിൻ മൈലാടി, രാജേശ്വരി ഹരിധരൻ, VG സന്തോഷ് കുമാർ, PV അച്ചാമ്മ, പത്മാവതി രഘുനാഥ്, ബിന്ദു ദിനേശ്, സാബു വടശ്ശേരി, ജെയ്സൺ ജോർജ്, JS ജോൺ, ജോസ്ലെറ്റ് മാത്യു, ജോൺസി മണക്കാട്, SG സുദർശൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് കുട്ടികളുടെ ദിവ്യകാരുണ്യ സ്വീകരണവും സുറിയാനി കുർബാനയും ആഘോഷമായ തിരുനാൾ കുർബാനയും പ്രദക്ഷിണവും പാച്ചോർ നേർച്ചയും നടന്നു. ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ കുട്ടികളുടെ ദിവ്യകാരുണ്യ സ്വീകരണ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് കുട്ടികളുടെ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തി. ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ കുട്ടികളുടെ ദിവ്യകാരുണ്യ സ്വീകരണ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന സുറിയാനി കുർബാനയ്ക്ക് ഫാദർ തോമസ് ഉറുമ്പിത്തടത്തിൽ നേതൃത്വം നൽകി.
സ്കന്ദി 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 സത്താമോദമസ്മയ. ഈശോ ഉപയോഗിച്ച ഭാഷ, പരിശുദ്ധ അമ്മ ഉപയോഗിച്ച ഭാഷ, ഇവ നമുക്ക് തിരുശേഷിപ്പ് ഭാഷയാണ്. പൂജ്യമായിട്ട് നാം തിരുശേഷിപ്പ് വസ്തുക്കളെ വണങ്ങുന്നത് പോലെ, ആദരിക്കുന്നത് പോലെ ഈ ഭാഷയോടും സ്നേഹം വേണം, ഈ ഭാഷയോടും ആദരവ് വേണം. ശരിയാണ്, നമ്മൾ ഈ ഭാഷ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാതെ വരും, മനസ്സിലാക്കാൻ പറ്റാത്തത് വരും. ഒരുപക്ഷെ നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിലെ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ദേവാലയത്തിലെ പ്രാർത്ഥന തന്നെയാണെങ്കിൽ പോലും തനി മലയാളത്തിൽ നാം ചൊല്ലിയാൽ പോലും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലരുടെയൊക്കെ കുടുംബ പ്രാർത്ഥനകളിലേക്ക് നാം ചെല്ലുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇതാണ് ഒരു നന്മ നിറഞ്ഞ പ്രാർത്ഥന. അതിനകത്ത് അവിടെ എന്താണ് പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കി ചൊല്ലുന്നവർ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ വളരെ കുറവാണ്. വൈകിട്ട് 4:30 പഴുക്കാകുളം കപ്പേളയിൽ ആഘോഷമായ വിശുദ്ധ കുർബാന നടന്നു. ഫാദർ ജോർജ് മാതയ്ക്കൽ കുർബാനയും ഫാദർ ജോസ് കുന്നപ്പള്ളിയിൽ സന്ദേശവും നൽകി. തുടർന്ന് പള്ളിയിലേക്ക് പ്രദക്ഷിണവും വിശുദ്ധ കുർബാനയും പാച്ചോർ നേർച്ചയും നടന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മങ്കുവ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൊന്നത്തടി പഞ്ചായത്ത് ഓഫീസ് ഉപരോധം നടത്തി. വന്യമൃഗങ്ങൾ ഇറങ്ങി കർഷകരുടെ കൃഷി നശിപ്പിക്കുന്ന സാഹചര്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഉപരോധ സമരം നടത്തിയത്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി രക്ഷാധികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. കർഷക സംരക്ഷണ സമിതി കൺവീനർ അഡ്വക്കേറ്റ് റോയി ജോസ് മുഖ്യ പ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. കർഷകന്റെ അവകാശം നിഷേധിക്കുന്ന, കാർഷിക മേഖലയെ തകർക്കുന്ന നിയമങ്ങളെ പൂർണ്ണമായും പരിഷ്കരിക്കണമെന്നും കർഷകൻ കൃഷി ചെയ്യുന്ന കാർഷിക വിളകൾ വന്യജീവികളിൽ നിന്നും സംരക്ഷിച്ച് കർഷകന് സംരക്ഷണവും ഇവിടെ ജീവിക്കാനുള്ള അവകാശവും ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. മങ്കുവ ടൗണിൽ നിന്നും ആരംഭിച്ച വാഹന റാലി മങ്കുവ സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ജോസഫ് പാലത്തിങ്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. വാഹന റാലി കൊന്നത്തടി ടൗണിലെത്തി അവിടെ നിന്നും കർഷകർ പ്രകടനമായാണ് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെത്തിയത്. തുടർന്ന് നടന്ന ഉപരോധ സമരം ഹൈറേഞ്ച് സംരക്ഷണ സമിതി രക്ഷാധികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരിക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രതികൂല സാഹചര്യങ്ങളെ ശക്തമായി പ്രതിരോധിക്കാനുള്ള ശേഷി മലയോര ജനതയ്ക്ക് ഉണ്ട്. ഇപ്പോൾ ഇവിടെ പ്രസക്തമായ വിഷയം അഥവാ ഇന്ന് ഇപ്രകാരം ഒരു സമരം നടത്താനുള്ള സാഹചര്യം, കൃഷിയിടങ്ങളിലേക്ക് വന്യജീവികൾ കടന്നു വരുന്നു. പ്രത്യേകിച്ച് ഈ പ്രദേശത്തൊക്കെ കാട്ടുപന്നിയും മരപ്പട്ടിയും കുരങ്ങും അതുപോലെയുള്ള മുള്ളംപന്നി ഉൾപ്പെടെയുള്ള ക്ഷുദ്രജീവികൾ വന്ന് നമ്മുടെ കൃഷിയിടങ്ങളെ നാമാവശേഷമാക്കുന്ന സാഹചര്യം ഉള്ളപ്പോൾ അത് പരിഹരിക്കാൻ, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ശല്യം കാട്ടുപന്നിയുടെ കാര്യത്തിലാണ്, ആ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാനുള്ള തങ്ങളുടെ കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നി, മരപ്പട്ടി, മുള്ളൻപന്നി, കുരങ്ങ് മുതലായ ക്ഷുദ്രജീവികളെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ കൊടുക്കുന്നതിനായി പഞ്ചായത്ത് കമ്മിറ്റി കൂടി റെസൊല്യൂഷൻ പാസാക്കി തരണമെന്ന് കാണിച്ച് 250 കർഷകർ ഒപ്പിട്ട സങ്കട ഹർജിയും പഞ്ചായത്തിൽ നൽകി. കർഷക സംരക്ഷണ സമിതി കൺവീനർ അഡ്വക്കേറ്റ് റോയി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ജോമറ്റ് ജോയ് ഇലവുങ്കൽ, പൗലോസ് പുത്തൻപുര, വി ജെ ജോസ്, ജോയ് കിഴക്കേനാത്ത്, ജെയിംസ് വടക്കേടത്ത്, മുരളി കുന്നേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അനാഥാലയത്തിന് വെളിച്ചം പകരാൻ അല്ലസർ പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികൾ. അല്ലസർ പോളിടെക്നിക് കോളേജ് 3ാം വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഫൈനൽ ഇയർ പ്രോജക്ടിന്റെ ഭാഗമായി നിർമ്മിച്ച സൗരോർജ്ജ തെരുവ് വിളക്കുകൾ പൈങ്കുളം മദർ ആൻഡ് ചൈൽഡ് അനാഥാലയത്തിന് സമ്മാനിക്കും. ഏപ്രിൽ 23 വഴിവിളക്കുകളുടെ സ്വിച്ച് ഓൺ കർമ്മം അല്ലസർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ KM പൈജാസ് നിർവഹിക്കും. അല്ലസർ പോളിടെക്നിക് കോളേജ് 3ാം വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഫൈനൽ ഇയർ പ്രോജക്ടിന്റെ ഭാഗമായി നിർമ്മിച്ച സൗരോർജ്ജ തെരുവ് വിളക്കുകൾ പൈങ്കുളം മദർ ആൻഡ് ചൈൽഡ് അനാഥാലയത്തിന് സമ്മാനിക്കും. ഉയർന്ന കാര്യക്ഷമതയുള്ള 100 വാട്ട് സോളാർ പാനലുകളാണ് ഓരോ വിളക്കിനും ഉപയോഗിക്കുന്നത്. ഇത് 6500 കെൽവിൻ ശേഷിയുള്ള 680 ലൂമിനസ് വെളിച്ചം പ്രസരണം ചെയ്യാൻ ശേഷിയുള്ളതാണ്. ഇതുപോലെയുള്ള 5 വഴിവിളക്കുകളാണ് മദർ ആൻഡ് ചൈൽഡ് അന്തേവാസികൾ വസിക്കുന്ന അനാഥാലയത്തിന്റെ ക്യാമ്പസിൽ തയ്യാറാക്കിയിരിക്കുന്നത്. 35,000 രൂപ ചെലവാക്കി വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച 5 വഴിവിളക്കുകളുടെ സ്വിച്ച് ഓൺ കർമ്മം അല്ലസർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ KM പൈജാസ് ഏപ്രിൽ 23 വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ വെച്ച് നിർവഹിക്കും. അല്ലസർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാൻ M അസീസ്, പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ KA ഖാലിദ്, അക്കാദമിക് ഡീൻ നീത ഫാരിദ്, ഇലക്ട്രിക്കൽ വകുപ്പ് മേധാവി പ്രൊഫസർ അൽസ റോഷിൻ, അനാഥാലയ ഭാരവാഹികളായ സ്നേഹ ജോഷി,
പ്രോജക്ട് നിർമ്മിച്ച 6ാം സെമസ്റ്റർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വെടിക്കെട്ട് നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം പറഞ്ഞു. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏറ്റെടുത്ത് നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കാൻ തയ്യാറാണെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. Very tragic and heartening. We join with the sorrow and express our condolence to the families of those who are dead. And we join the sufferings of those who are under treatment. I visited along with the DCC President, the Mayor and the other senior Congress leaders, Mr. Abdurrahman Kutti and others. I've gone to the medical college wherein seriously injured persons are admitted. I met the superintendent and they had a discussion with her. And the relatives also expressed their anguish with regard to their challenges faced to their life. And also, we could see patients with minor injuries. They are getting improved, but they are also suffering from mental agony with the huge tragedy in fact. And we appeal to the government to make all necessary efforts to help the families of those who have lost their life, and also for the effective treatment of those who are suffering with serious injuries, burn injuries. At this time, we express our heartfelt condolence once again, and we are ready to cooperate with the government, both central and state, for the relief activities being undertaken. വെടിക്കെട്ട് ശാലയിൽ സ്ഫോടനമുണ്ടായ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സ്ഫോടനം നടന്ന സ്ഥലത്ത് നിലവിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി വരികയാണ്. കൂടുതൽ വ്യക്തതയ്ക്കായി കൂടുതൽ നായകളെ എത്തിച്ച് പരിശോധന തുടരുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രധാനമായും ഫോറൻസിക് പരിശോധനകൾക്കാണ് മുൻഗണന നൽകുന്നത്. അവിടെ നിന്നും ആവശ്യമായ സാമ്പിളുകൾ ശേഖരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ നടന്നുവരുന്ന അവധിക്കാല നീന്തൽ പരിശീലന ക്ലാസുകളുടെ പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ റോണി തോമസ് നിർവഹിച്ചു. രാവിലെ 6 മണി മുതൽ 1 മണിക്കൂർ ഇടവിട്ട് 11 മണി വരെയും ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 1 മണിക്കൂർ ഇടവിട്ട് രാത്രി 9 മണി വരെയുമാണ് 11 ബാച്ചുകളിലായാണ് പരിശീലനം നൽകുന്നത്. ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലും ഇടുക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ജില്ലാ അക്വാറ്റിക് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന പരിശീലന ക്ലാസുകൾക്ക് ദേശീയ അന്തർദേശീയ തലത്തിൽ മികവ് പുലർത്തിയ നീന്തൽ താരങ്ങളാണ് നേതൃത്വം നൽകുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും ജില്ലാ അക്വാറ്റിക് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ നടന്നുവരുന്ന അവധിക്കാല നീന്തൽ പരിശീലന ക്ലാസുകളുടെ പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം നടന്നു. രാവിലെ 6 മണി മുതൽ 1 മണിക്കൂർ ഇടവിട്ട് 11 മണി വരെയും ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 1 മണിക്കൂർ ഇടവിട്ട് രാത്രി 9 മണി വരെയുമായി 11 ബാച്ചുകളിലായി പരിശീലനം നൽകുന്നു. പരിശീലന ക്ലാസുകൾക്ക് ദേശീയ അന്തർദേശീയ തലത്തിൽ മികവ് പുലർത്തിയ നീന്തൽ താരങ്ങളാണ് നേതൃത്വം നൽകുന്നത്. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രത്യേക നീന്തൽ കുളത്തിലാണ് പരിശീലനം നൽകുന്നത്. സംസ്ഥാന അക്വാറ്റിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഓഷിമാൻ ബേബി വർഗീസ് ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ വീണുണ്ടാകുന്ന അപകടങ്ങളാണ് അല്ലേ? അതിൽ നിന്ന് രക്ഷ നേടുവാനായിട്ടാണ്, ജല അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനായിട്ടാണ് നിങ്ങളുടെ പേരൻസ് നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുന്നത്. നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ, വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കും, നീന്തി രക്ഷപ്പെടാൻ പറ്റും. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ റോണി തോമസ് പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
ഈ ചെറുപ്രായത്തിൽ നീന്തൽ പഠിച്ചാൽ ആജീവനാന്തം നമ്മൾ അത് ഓർമ്മയിരിക്കും. എപ്പോൾ നീന്തൽ പഠിക്കുന്നതിന് 2 ഗുണമുണ്ട്. ഒന്ന്, സ്പോർട്സ് മേഖലയിൽ നിങ്ങൾക്ക് പരിശീലനം ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൂടാതെ ഒരു അപകടം ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, കാരണം ഇപ്പോൾ കേരളം പോലെയുള്ള ഒരു പ്രദേശത്ത് മുങ്ങി മരണമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. എല്ലാ വേനൽക്കാലത്തും 100-150 ആൾക്കാർ മുങ്ങലിൽ ഉൾപ്പെടാറുണ്ട്. എല്ലാ വേനൽക്കാലത്തും നമുക്ക് കാണാം 4-5 കുട്ടികൾ വെക്കേഷന് പരിചയമില്ലാത്ത തടാകത്തിൽ അല്ലെങ്കിൽ കുളത്തിലിറങ്ങി അവിടുന്ന് മുങ്ങി മരണം ഉണ്ടായി എന്നുള്ളത്. അതെല്ലാം അതിനുള്ള ഏക പ്രതിവിധി എന്ന് പറയുന്നത് ചെറുപ്രായത്തിൽ തന്നെ നീന്തൽ പരിശീലിക്കുക എന്നുള്ളതാണ്. ഇടുക്കി ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോയി ജോസഫ് അധ്യക്ഷനായി. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് PG സനൽകുമാർ, ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ഷാജിമോൻ PA എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സെക്രട്ടറി അലൻ ബേബി നന്ദി പറഞ്ഞു. കനത്ത വേനൽ മൂലമുണ്ടായ വരൾച്ചയെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് താഴ്ന്നു. നീരൊഴുക്ക് നിലയ്ക്കുന്ന മുറയ്ക്ക് പെരിയാർ വൈദ്യുതി നിലയത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് പതിവാണ്. ഈ വർഷവും അറ്റകുറ്റപ്പണികൾ നടന്നു വരികയാണ്. അതേസമയം മുൻവർഷങ്ങളിൽ ഈ സമയം അണക്കെട്ടിലെ ജലനിരപ്പ് 115 അടിക്ക് മുകളിലായിരുന്നു. എന്നാൽ 1.5 പതിറ്റാണ്ടിനിടെയാണ് തേക്കടി തടാകവും മുല്ലപ്പെരിയാർ അണക്കെട്ടും ഇത്ര വലിയ വരൾച്ച നേരിടുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നീരൊഴുക്ക് നിലയ്ക്കുന്ന മുറയ്ക്ക് വൈദ്യുതി നിലയത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ച് പെൻസ്റ്റോക്കിലും വൈദ്യുതി നിലയത്തിലും അറ്റകുറ്റപ്പണികൾ നടത്തുക പതിവാണ്. ഈ അറ്റകുറ്റപ്പണികളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. മുൻവർഷങ്ങളിൽ ഈ സമയം അണക്കെട്ടിലെ ജലനിരപ്പ് 115 അടിക്കും മേലെയായിരിക്കും. എന്നാൽ 1.5 പതിറ്റാണ്ടിനിടെയാണ് തേക്കടി തടാകവും മുല്ലപ്പെരിയാർ അണക്കെട്ടും ഇത്ര വലിയ വരൾച്ച നേരിടുന്നത്. ഏപ്രിൽ 11 വരെ പെൻസ്റ്റോക്കിലൂടെ 200 ഖനയടി വീതം ജലം ഒഴുക്കിയിരുന്നതാണ് വരൾച്ചയുടെ കാഠിന്യത്തിൽ ഇത്ര വേഗം വറ്റിപ്പോയത്. ഏപ്രിൽ 11 വരെ ലോവർ ക്യാമ്പിൽ 23 മെഗാവാട്ട് വീതം വൈദ്യുതി ഉൽപാദനം നടന്നിരുന്നു. പെൻസ്റ്റോക്കിലൂടെയുള്ള നീരൊഴുക്കിന്റെ തോത് 200 ഖനയടിയിൽ കുറഞ്ഞാൽ വൈദ്യുതി ഉൽപാദനം നിലയ്ക്കും. ലോവർ ക്യാമ്പ് നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി തമിഴ്നാട്ടിലെ 4 ജില്ലകളിലാണ് പ്രകാശം വരുത്തുന്നത്. തേനി, മധുര, ദിണ്ടുക്കൽ, തിരുനെൽവേലി തുടങ്ങിയ ഇടങ്ങളിലെ വ്യവസായശാലകൾ പ്രവർത്തിക്കുന്നതും ലോവർ ക്യാമ്പിൽ നിന്നുള്ള വൈദ്യുതിയെ ആശ്രയിച്ചാണ്. കേരളത്തിൽ കാലാവസ്ഥ പ്രതികൂലമായാൽ വരൾച്ച രൂക്ഷമായി തമിഴ്നാടും കനത്ത ജലക്ഷാമം നേരിടേണ്ടി വരും. ജലനിരപ്പ് കുറയുകയും തേക്കടി തടാകം വറ്റി വരളുകയും ചെയ്യുന്ന സാഹചര്യത്തിലും ഇറച്ചിൽപ്പാലം കനാൽ വഴി തമിഴ്നാട്ടിലേക്ക് കുടിവെള്ളത്തിനായി ജലം ഒഴുക്കുന്നുണ്ട്. തേക്കടി തടാകം വറ്റി വരളുമ്പോഴും ഇറച്ചിൽപ്പാലം കനാലിലൂടെ വെള്ളം തുറന്നുവിടുന്നത് തടാകത്തിൽ വരൾച്ച രൂക്ഷമാക്കും. വീരപാണ്ഡ്യ ഉത്സവത്തിന് മുന്നോടിയായി തേനി ജില്ലയിലെ കുളങ്ങളും ചെക്ക് ഡാമുകളും ജലസമൃദ്ധമാക്കുകയെന്ന ലക്ഷ്യം കൂടിയുണ്ട് ഇറച്ചിൽപ്പാലം കനാലിലൂടെ വെള്ളം ഒഴുക്കുന്നതിന് പിന്നിൽ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നെയ്ശ്ശേരി സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷന്റെ 12ാമത് വാർഷിക സമ്മേളനം സ്നേഹോത്സവ് 2026 വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ബാബു മാത്യു എടനക്കാപ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ ആയിത്തുപാടം ഉദ്ഘാടനം ചെയ്തു. നെയ്ശ്ശേരി സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷന്റെ 12ാമത് വാർഷിക സമ്മേളനം സ്നേഹോത്സവ് 2026 വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ബാബു മാത്യു എടനക്കാപ്പറമ്പിൽ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. അയൽക്കത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയ നാട്ടുകാരെ,
12 വർഷം സ്നേഹതീരത്തിൻ്റെ ഈ പ്രവർത്തനത്തിന് താങ്ങും തണലുമായി നിന്ന എല്ലാവരെയും ഞാൻ വളരെ ഹൃദ്യമായിട്ട് സ്നേഹപൂർവ്വം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഇത് ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ്. അസോസിയേഷൻ അംഗം ഷിബു പുത്തേടത്ത് പടവലിന്റെ ഭവനാങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ ആയിത്തുപാടം നിർവഹിച്ചു. കരിമണ്ണൂർ പഞ്ചായത്തിൽ തന്നെ വളരെ അപൂർവം റെസിഡൻസ് അസോസിയേഷനിൽ വർഷങ്ങളായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒന്നാണ് സ്നേഹതീരം. സ്നേഹിക്കുന്ന കുടുംബാംഗങ്ങളുടെ അല്ലെങ്കിൽ സ്നേഹതീരം എന്ന് പറഞ്ഞ പേരിൽ തന്നെ അതിൻ്റെ ഒരു അന്തസത്തയുണ്ട്. കുടുംബങ്ങളിൽ നിന്ന് മാറി നമ്മൾ കുറച്ചും കൂടെ റെസിഡൻസ് അസോസിയേഷനുകളിലോട്ട് നീങ്ങുമ്പോൾ ഇപ്പോൾ 1-ാം വാർഡിൽ അല്ലെങ്കിൽ 1-ാം വാർഡിൻ്റെയും 2-ാം വാർഡിൻ്റെയും ഒരു പരിച്ഛേദമാണ് ഈ സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജിൻസി മാത്യു സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ സെക്രട്ടറി ഡോമിനി മേമഠത്തിൽ വാർഷിക റിപ്പോർട്ടും ട്രാക്ക് വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മാത്യു മുഖ്യപ്രഭാഷണവും നടത്തി. വിരമിച്ച അധ്യാപിക സാൽജി എമ്മാനുവലിനെ അസോസിയേഷൻ ആദരിച്ചു. അഷിത അരഞ്ഞാണിയിൽ ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് സമ്മാനദാനം, വിവിധ കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായിരുന്നു. സെക്കൻഡ് ജോസ് അരഞ്ഞാണി, ടെസ മുണ്ടയ്ക്കൽ. അക്ഷിത അരഞ്ഞാണിയിൽ. സെക്കൻഡ് ജോയി അടപ്പൂർ. കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ മാലാഖയെപ്പോൾ അവൾ പറന്നിറങ്ങി എന്റെ അൾത്താരക്കൂട്ടിൽ പ്രേമത്തിരി തെളിച്ചു. പിന്നെ പഞ്ചാര പുഞ്ചിരി നീട്ടി തന്നു. പെണ്ണേ ഞാൻ വിടില്ല, ഒന്നേ ഞാൻ വിടില്ല. എവിടെയൊക്കെ നോക്കിയായിരുന്നു നീ ഇവിടെ നിൽക്കണ? നിന്റെ നടു കുളിച്ചീനാ വെട്ടീനാ പറഞ്ഞിട്ടില്ല ഭണ്ഡാരം. അതെ, ഞാൻ ശരമന്തര സിനിമയിൽ ജയന്റെ കുതിരയല്ലേ. श्रृंगार मेरा तू है माई गहना वे जावी छोड़ के ना तेरे नाल रहना वे तू श्रृंगार मेरा तू है माई गहना वे अब मेरे पास रह जाओ मेरे साथ दुनिया मौसम പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുത്താൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും, കുറച്ചെങ്കിലും ഒരു കേസ് കൊടുക്കാല്ലേ. അതൊരു നല്ല ഐഡിയ ആണ്. കേസ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കയ്യം വീശി പോയിട്ട് കാര്യമില്ല. ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് അതുമായിട്ട് വേണം ചെല്ലാൻ. അപ്പൊ എന്റെ അക്കൗണ്ട് നമ്പറിൽ എന്റെ ഫുൾ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുത്തു തരാമോ? സ്റ്റേറ്റ്മെന്റ് എടുക്കണം. സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ 6 മാസത്തെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 250 രൂപയാവും. ഇതിപ്പോ അത് 1 വർഷത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ 500 രൂപയാവും. അങ്ങനെയാണ്. ചെമ്പരത്തി
കോൺഗ്രസ് 116 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ TJ ജോസഫ് അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ജോൺസൺ ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം DC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭ മുൻ അധ്യക്ഷനും മുൻ DCC വൈസ് പ്രസിഡന്റും തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിരുന്ന TJ ജോസഫിന്റെ 9ാം ചരമവാർഷിക അനുസ്മരണവും പുഷ്പാർച്ചനയും ഡിവൈൻ നഗറിലുള്ള TJ ജോസഫ് സ്മൃതി മണ്ഡപത്തിൽ വെച്ച് 116 കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. DC പ്രസിഡന്റ് CP മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിച്ച നേതാവായിരുന്നു TJ ജോസഫ് എന്നും തൊടുപുഴയിലെ സാധാരണക്കാരുടെ ചിരകാല സ്വപ്നമായിരുന്ന പൊതുശ്മശാനം സ്ഥാപിച്ചത് TJ ജോസഫ് മുനിസിപ്പൽ ചെയർമാനായിരുന്ന കാലത്താണെന്നും CP മാത്യു അനുസ്മരിച്ചു. കോൺഗ്രസിന് തീരാ നഷ്ടമാണ് TJ വരുത്തി വെച്ചത്. TJയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകളോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിച്ച കോൺഗ്രസിലെ നേതാക്കന്മാരിൽ അഗ്രഗണ്യനായിരുന്നു TJ ജോസഫ്. ഇവിടെ ട്രേഡ് യൂണിയൻ രംഗത്തായാലും KSUവിന്റെ രംഗത്തായാലും സെന്റ് സെബാസ്റ്റ്യനിലെ KSUവിന്റെ വിദ്യാർത്ഥിയായ സന്ദർഭം മുതൽ TJ ജോസഫ് ഞാനുമായി ബന്ധമുണ്ട്. എറണാകുളം ജില്ല ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ KSUവിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വം വഹിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായി, DKTFന്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റായി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി ദീർഘകാലം ഉണ്ടായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി രാജീവ് ഭവൻ ആദ്യമായി വാങ്ങിക്കുകയും പണിതയിൽ ചെന്ന സന്ദർഭത്തിൽ അദ്ദേഹം എനിക്ക് വലങ്കൈയായി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആ TJ ജോസഫ് ഇത്ര പെട്ടെന്ന് നമ്മൾ ഇന്ന് വിട്ടുപിരിയുമെന്ന് പ്രതീക്ഷിച്ചില്ല. തൊടുപുഴ നഗരത്തിന്റെ പിതാവായി വളരുവാൻ, ഭരണരംഗത്ത് പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടായ ധീരോദത്തമായ പോരാട്ടത്തിൽ നിന്നും ഒരു മുതലാളിയും തൊഴിലാളിയും തമ്മിൽ തർക്കമുണ്ടായ ഒരു സംശയമായിട്ട് TJ പാവപ്പെട്ടവന്റെ ഭാഗത്തായിരുന്നു. അതായിരുന്നു ഞാൻ TJയിൽ കാണുന്ന ഏറ്റവും വലിയ വ്യക്തിത്വം, ഏറ്റവും വലിയ മുഖമുദ്രയും അത് തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രംഗത്ത് എല്ലാ കാര്യങ്ങളിലും 100% ആത്മാർത്ഥത പുലർത്തിയ ഒരു സഹപ്രവർത്തകൻ. ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജോൺസൺ ജോസഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ഷിബ്ലി സാഹിബ്, DC ജനറൽ സെക്രട്ടറി ജാഫർ ഖാൻ മുഹമ്മദ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ രാജേഷ് ബാബു, MMH സജീവ്, മുനിസിപ്പൽ കൗൺസിലർമാരായ ജോയി മൈലാടി, ലിറ്റി ജോസഫ്, ആതിര ജോഷി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ റോബിൻ മൈലാടി, ജെയ്സൺ ജോർജ്, വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ജോമോൻ K മാർക്കോസ്, മൈക്കിൾ K വർഗീസ്, ജോസ് പാലിയത്ത്, ജോ ആരംപുളിക്കൽ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കള്ളിമാലി ശ്രീഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്രയും രുക്മിണി സ്വയംവരം ദൃശ്യാവിഷ്കാരവും നടത്തി. യജ്ഞാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യ ജിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന യജ്ഞം 23-ന് സമാപിക്കും. സമാപന ദിവസം രാവിലെ പൊങ്കാല മഹോത്സവവും ഉണ്ടായിരിക്കും. കള്ളിമാലി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്രയും രുക്മിണി സ്വയംവരം ദൃശ്യാവിഷ്കാരവും നടത്തി. ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ 5ാം ദിവസമായ ചൊവ്വാഴ്ച രാവിലെ ഗണപതി ഹോമം, വിഷ്ണു സഹസ്രനാമ ജപം, ഓംകാരം, ധ്യാനം എന്നീ ചടങ്ങുകളോടെ ആരംഭിച്ച് തുടർന്ന് ഭാഗവത പാരായണം, പ്രഭാഷണം, സ്വയംവര സദ്യ എന്നിവയ്ക്ക് ശേഷം ഭാഗവത പാരായണം, പ്രഭാഷണം എന്നിവ നടത്തിയ ശേഷം വൈകിട്ട് അമ്പലക്കവലയിൽ നിന്നും വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ആരംഭിച്ച രുക്മിണി സ്വയംവര ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി യജ്ഞശാലയിൽ സമാപിച്ചതിനു ശേഷം രുക്മിണി സ്വയംവരം ദൃശ്യാവിഷ്കാരവും നടത്തി.
യജ്ഞാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യജിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന യജ്ഞം 23-നാണ് സമാപിക്കുന്നത്. സമാപന ദിവസമായ 23-ന് രാവിലെ നടക്കുന്ന പൊങ്കാല മഹോത്സവത്തിൽ ലളിത സഹസ്രനാമ ജപത്തോടെ കള്ളിമാലി അമ്മയ്ക്ക് 1008 പൊങ്കാല സമർപ്പണം നടത്തും. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് അനൂപ് എസ് നായർ, സെക്രട്ടറി MN മണികണ്ഠൻ എന്നിവർ യജ്ഞപരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർലമെന്റ് പാസാക്കിയ സ്ത്രീ സംവരണ ബില്ല് എതിർത്തതിലൂടെ കോൺഗ്രസ് രാജ്യത്തെ പകുതിയോളം വരുന്ന ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തതെന്ന് BJP ഇടുക്കി ജില്ലാ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുനിസിപ്പൽ ചെയർമാനും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിരുന്ന TJ ജോസഫിന്റെ അനുസ്മരണം നടത്തി. അനുസ്മരണ യോഗം KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പോലോസ് ഉദ്ഘാടനം ചെയ്തു. മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് കുട്ടികളുടെ ദിവ്യകാരുണ്യ സ്വീകരണവും സുറിയാനി കുർബാനയും ആഘോഷമായ തിരുനാൾ കുർബാനയും പ്രദക്ഷിണവും പാച്ചോർ നേർച്ചയും നടന്നു. മങ്കുവ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൊന്നത്തടി പഞ്ചായത്ത് ഓഫീസ് ഉപരോധ സമരം സംഘടിപ്പിച്ചു. ഉപരോധ സമരം ഹൈറേഞ്ച് സംരക്ഷണ സമിതി രക്ഷാധികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരിക്കൽ ഉദ്ഘാടനം ചെയ്തു. വെടിക്കെട്ട് നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.